മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. നാളെ രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇതിനിടെ അപകടമുണ്ടാക്കിയ ലോറിയുടെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയുടേതാണ് ലോറി. അപകട സമയത്ത് 2 ഡ്രൈവർമാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പെരുമ്പാവൂരിൽ തടിയിറക്കിയ ശേഷം തിരികെ വരുമ്പോഴാണ് ലോറിയിൽ സിമന്റ് കയറ്റിയതെന്നും കണ്ടെത്തി. അപകടത്തിന് തൊട്ടുമുമ്പുള്ള CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഐഷത്തുൽ ഷംന വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഐഷ, നമുക്കറിയാം 4 കുട്ടികളുടെ ജീവനാണ് പൊലിഞ്ഞത്, അതും സ്ഥിരമായി അപകടം നടക്കുന്ന ബ്ലാക്ക് സ്പോട്ടിൽ. 4 കൂട്ടുകാരികൾ അവർ ജീവിതത്തിൽ അവരുടെ പഠന കാലയളവിലെല്ലാം ഒരുമിച്ചായിരുന്നു. അവർ മരണത്തിലേക്കും ഒരുമിച്ച് പോയിരിക്കുന്നു. ഇപ്പോൾ ആദ്യം നമുക്ക് കുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടി നാളെ നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത്. അത്തരത്തിലാണല്ലേ ഷംന? ആര്യ, ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ രാത്രി തന്നെ നടക്കും. അതിനുശേഷം നാളെ രാവിലെയോടുകൂടി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ 4 കുട്ടികളുടെ ഒരാളുടെ മൃതദേഹം മദർ കെയർ ആശുപത്രിയിലായിരുന്നു, മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലായിരുന്നു. മറ്റു 3 കുട്ടികൾ തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ 3 കുട്ടികളുടെയും നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ മരണം സ്ഥിരീകരിച്ചതാണ്. അതിന് പിന്നാലെയാണ് 4ാമത്തെ കുട്ടിയുടെ മരണവും മദർ കെയർ ഹോസ്പിറ്റലിൽ വെച്ച് സ്ഥിരീകരിക്കുന്നത്. ഈ 4 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി നാളെ രാവിലെയോടുകൂടി തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ആര്യ.